ഹലോ, നോക്കൂ, ഞാൻ എവിടാന്നറിയോ? ഈ തറവാട് വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂക്ഷിച്ച് നോക്കിയേ, എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടോയെന്ന്. ഞങ്ങളുടെ മക്കളെയും കൊണ്ട്, സ്കൂളിലെ KG കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മുടെ മലയാള സിനിമയിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടൻ്റെ ഈ നടൻ്റെ തറവാട് വീട്ടിലേക്ക് വന്നതാണ് കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ഈ ഒരു സമയത്ത് മലയാള സിനിമയിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഒരു, എന്താ പറയുക, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അത്ര എക്സൈറ്റഡാണ് ഞാൻ. കണ്ടോണോ കുഞ്ഞുങ്ങളുടെ സന്തോഷം കണ്ടോ? ലാലേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ സന്തോഷം കണ്ടോ? ലാലേട്ടനെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ ഫാമിലിയിൽ ഒരാളായിട്ട് തോന്നാറില്ലേ? അതുപോലെ എന്താ പറയുക, നിറഞ്ഞാടുക എന്നൊക്കെ പറയത്തില്ലേ. ഈ ചേച്ചിയാകട്ടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ. കുഞ്ഞുങ്ങൾക്ക് സ്നാക്സും സ്വീറ്റും ജ്യൂസും ഒക്കെ തന്നു. ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ. ഈ തൊട്ടിൽ കണ്ടോ? ഇത് നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളല്ലേ? പഴയ ഒരു തറവാടാണ് കേട്ടോ. ഇങ്ങനെയുള്ള കോണിപ്പടികളൊക്കെ ഉണ്ട്. നേരത്തെ വിളിച്ച് പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് അകത്തൊക്കെ കാണാനും അകത്ത് കയറി എല്ലാം കാണാനും ഒക്കെ പറ്റി കേട്ടോ. നോക്ക്, പഴയൊരു തറവാട്. അതുപോലെ വെൽ മെയിൻറ്റെയിൻഡാണ്. പണികളൊക്കെ ചെയ്ത് എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് സംരക്ഷിച്ചൊക്കെ കൊണ്ടുപോരുന്നു. കണ്ടോ? ഫാൽക്കെ അവാർഡ് കിട്ടിയ മോഹൻലാൽ എന്ന പ്രിയ നടൻ്റെ എന്താ പറയുക, തറവാട്ട് വീട്ടിലേക്കാണ് പോകുന്നതെന്ന് കേട്ടപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ നിലവറ കണ്ടോ? ആ ചേച്ചി എന്നോട് പറഞ്ഞു ഇതിനടിയിലൊരു നിലവറയും കൂടെ ഉണ്ടെന്ന്. പഴയ തറവാടല്ലേ? മോഹൻലാൽ എന്ന പ്രിയ നടൻ പിച്ച വെച്ച് നടന്ന തറവാട്. ഹലോ. ഭയങ്കര സന്തോഷമല്ലേ ലാലേട്ടാ? ഞങ്ങൾ ഭയങ്കര ഹാപ്പി കേട്ടോ, ഭയങ്കര ഹാപ്പി. ഇങ്ങോട്ട് വരുമോ? ഞങ്ങൾ ചോദിച്ചു കേട്ടോ, ഇങ്ങോട്ടേക്ക് വരുമോ? ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയില്ലേ, ഇവിടെ അനുമോദനമൊക്കെ ഉണ്ടെന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർക്കെല്ലാം ഒരു ചിരി മാത്രമായിരുന്നു മറുപടി. ഇത്രയും തിരക്കുള്ള ആളല്ലേ, പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ സ്കെഡ്യൂളും കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. എനിവേ, എന്താ പറയുക, ഞങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ ആശംസകളും ഉണ്ട് ലാലേട്ടാ. ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. മക്കൾ റെസ്റ്റ് എടുക്കുന്നുണ്ടോ? ഇത് വലിയൊരു തൊഴുത്താണ് കേട്ടോ. എത്ര പശുക്കളെ കെട്ടിയിട്ടുണ്ടാവും പണ്ട്, ആലോചിച്ച് നോക്കിയേ. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവർക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാം. ഇനിയും വരാം കേട്ടോ. ഓക്കെ, ബായ് ലാലേട്ടാ.